നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ഗൾഫിലെ മണലാരണ്യത്തിൽ പെയ്ത മഴ ആദ്യം എല്ലാവർക്കും കൗതുകവും സന്തോഷവുമാണ് സമ്മാനിച്ചതെങ്കിൽ മഴ കനത്തതോടെ ജനജീവിതം ദുരിതമായി. UAE 75 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. ന്യൂനമർദ്ദമാണ് ഗൾഫ് മേഖലയിലെ കനത്ത മഴയ്ക്ക് കാരണമായതെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ നടത്താറുള്ള ക്ലൗഡ് സീഡിങ്ങും മഴ രൂക്ഷമാവാൻ കാരണമായെന്നും റിപ്പോർട്ടുകളുണ്ട്. കടുത്ത ചൂടിൽ മരുഭൂമിയിലെ സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും വെള്ളം നൽകുക, ഭൂഗർഭജലം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ക്ലൗഡ് സീഡിങ്ങിനെ ആശ്രയിക്കാൻ UAE പ്രേരിപ്പിക്കുന്നത്. മേഘങ്ങൾക്കു മേലെ രാസവസ്തു വിതറി ഘനീഭവിച്ച് മഴയാക്കുന്ന രീതിയാണ് ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്നത്. അനുയോജ്യമായ മേഘപാളികളിൽ അന്തരീക്ഷമർദ്ദം നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിയുന്ന രാസവസ്തുക്കളും ഉപ്പും ചേർത്ത മിശ്രിതം വിതറുകയാണ് ചെയ്യുന്നത്. വിമാനങ്ങളുടെ സഹായത്തോടെയാണ് ഈ പ്രക്രിയ നടക്കുക. എന്തായാലും കനത്ത മഴയ്ക്ക് ശേഷം UAEയിലെ മരുഭൂമികൾ പല അത്ഭുതങ്ങൾക്കും സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഷാർജയിൽ മരുഭൂമിയിൽ ഒരു പുതിയ തടാകം തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. അൽദുവൈദിലെ സിജി റൗണ്ട് എബൌട്ടിന് സമീപത്ത് രൂപപ്പെട്ട തടാകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആദർശ് എന്ന വ്ലോഗർ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്.